അതിരൂക്ഷമായ വരൾച്ചയെ നേരിടുകയാണ് വയനാട്ടിലെ പുൽപ്പള്ളിയും മുള്ളൻകൊല്ലിയും. കബനി നദി വറ്റിവരണ്ടതോടെ പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. താൽക്കാലിക തടയണകൾ നിർമ്മിച്ച് ജലസംരക്ഷണത്തിന് ലക്ഷ്യമിടുകയാണ് ഇവിടുത്തുകാർ. ജനകീയ കൂട്ടായ്മയിലാണ് കബനിക്ക് കുറുകെ താൽക്കാലിക തടയണ ഇപ്പോൾ നിർമ്മിക്കുന്നത്. അഞ്ഞൂറോളം മനുഷ്യർ കൈമൈ മറന്ന് അധ്വാനിക്കുകയാണ് കബനിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി. ഇതിൽ പുൽപ്പള്ളിയിലെയും മുള്ളംകൊല്ലിയിലെയും ജനപ്രതിനിധികളുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ഹരിതകർമ്മസേനക്കാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. രാഷ്ട്രീയ ഭേദങ്ങൾ മാറ്റിവെച്ച് കുടിവെള്ളമെന്ന ആവശ്യത്തിനായി മനുഷ്യരുടെ ഐക്യപ്പെടൽ. ബഹുജനങ്ങളുടെ സഹായത്തോടു കൂടി കബനി നദിയിൽ തടയണ നിർമ്മിക്കുകയാണ്. തടയണ നിർമ്മിക്കുന്നതിന് പങ്കെടുക്കുന്നത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ക്ലബിൻ്റെ ആളുകൾ, മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ടാണ് ഈ ജനകീയമായ തടയണ സന്നദ്ധമായിട്ട് നിർമ്മിക്കുന്നത്. ബീച്ചനഹള്ളി ഡാം കർണാടക കൃഷിക്കായി തുറന്നു. ഇതോടെ കബനിയിലെ ഒഴുക്കു നിലച്ചു, പിന്നെ വരണ്ടു. പാറക്കെട്ടുകളും മണൽപ്പരപ്പും മാത്രമായതോടെ പമ്പിങ്ങും നിലച്ചു. മരക്കടവ് പമ്പ് ഹൗസിന് സമീപം പാറകളും മണൽച്ചാക്കുകളും നിരത്തിയാണ് താൽക്കാലിക തടയണ തയ്യാറാക്കിയിട്ടുള്ളത്. പുൽപ്പള്ളി മുള്ളംകൊല്ലി പ്രദേശത്തെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ശ്രമമാണ് ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ വരൾച്ചയാണ്, കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ രൂക്ഷമാണ്. ഏതാണ്ട് 2002 ശേഷം ഇത്രയും കൊടിയ ഒരു വരൾച്ച ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കാരാപ്പുഴ, ബാണാസുര സാഗർ അണക്കെട്ടുകൾ തുറന്ന് വെള്ളം കബനിയിലേക്ക് എത്തിക്കും. ഇതോടെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ജനകീയ കരുത്തിൽ ഒരു തടയണ നിർമ്മാണം, ലക്ഷ്യം കബനിയുടെ വീണ്ടെടുപ്പ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.